മനുഷ്യരുടെ ഇടയിൽ കേൾക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ പുറത്തേക്കൊരു സ്ത്രീയുടെ ശബ്ദം പുറത്തേക്ക് വരുമ്പോൾ അക്കാര്യത്തിൽ പരാതിയുമായി മുഖ്യമന്ത്രിയുടെ അടുത്തേക്ക് പോകുന്നു എന്ന വലിയ പരാതികൾ നമ്മൾ കേൾക്കുമ്പോൾ ഇതൊക്കെ ഒരു കോൺഗ്രസ്സുകാരനാണ് അപ്പുറത്ത് പ്രതിയായി നിൽക്കുന്നത്, അപ്പുറത്ത് മറുഭാഗത്തെ ശബ്ദത്തിൻ്റെ ഉടമ എന്നുള്ളത് കൊണ്ട്, കോൺഗ്രസിനോട് സ്നേഹമുള്ളത് കൊണ്ട് അവരെയൊന്നും ഞങ്ങൾ എതിർക്കില്ല, അദ്ദേഹം എന്ത് തെറ്റ് ചെയ്താലും അത് ഞങ്ങളുടെ സ്വന്തം കോൺഗ്രസ്സുകാരനാണ് എന്ന് പറഞ്ഞ് ചേർത്ത് പിടിക്കലാണോ കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ചെയ്യേണ്ടത്? അല്ല, ഈ തെരഞ്ഞെടുപ്പ് ഘട്ടമാകുമ്പോൾ എന്തെങ്കിലും ശബ്ദരേഖയൊക്കെ പുറത്തേക്ക് വരും. ഞാൻ പറയുന്നത് തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ആരുടെ ശബ്ദരേഖയാണെന്ന് എനിക്കറിയില്ല. കാരണം ഒരാൾ നിങ്ങൾ പറഞ്ഞു എന്നുകൊണ്ടതാവണമെന്നില്ല, എനിക്കറിയില്ല ആരുടെയാണെന്നുള്ളത്. ലാലിൻ്റെ അദ്ദേഹത്തിൻ്റെ ശബ്ദരേഖയാണെന്ന് തോന്നുകയാണെങ്കിൽ വിശ്വസിക്കാൻ മാധ്യമങ്ങൾ ആവർത്തിച്ച് ചോദിച്ചു, നാട്ടു നടപ്പാണല്ലോ രാഹുൽ മാങ്കൂട്ടത്തിലോട്, നിങ്ങളുടേതാണോ അല്ലയോ പറയൂ, നിങ്ങൾ പറയുമെന്ന് പറയുമ്പോൾ അയാൾ പറയുന്നില്ലല്ലോ. പിന്നെ എങ്ങനെയാണ് നമ്മളത് ഈ നാട്ടിൽ എങ്ങനെയാണ് ചോദിക്കുക? താങ്കളൊരു പത്രപ്രവർത്തകനല്ലേ, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ശബ്ദം പോലെ തോന്നുന്ന എന്ന് താങ്കളുടെ ഭാഷയിൽ പറഞ്ഞാൽ മറ്റുള്ളവർക്കൊക്കെ അതിൽ സംശയമില്ല, ആ ശബ്ദം അതുപോലെ തന്നെയുണ്ട്. അങ്ങനെ അത്ര വലിയ മിമിക്രി താരം അവിടെ ഉണ്ടെങ്കിൽ നമുക്ക് അയാളെ കൊണ്ടുവരണമല്ലോ. രാഹുലിനെ ഇങ്ങനെ അപമാനിക്കുന്ന മിമിക്രിക്കാരൻ ആരാണ് നമ്മൾ കണ്ടുപിടിക്കണ്ടേ? കോൺഗ്രസിനാണ് ഉത്തരവാദിത്തമില്ലേ?